ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡ്യൂട്ടൻ്റെ LED സർഫേസ് കോബ് ലൈറ്റ് ആണ്. അതായത് സിലിണ്ടർ ടൈപ്പാണ് കോബ് ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ സീലിങ്ങിൻ്റെ അകത്ത്, അതായത് സർഫേസ് ഏരിയയ്ക്കകത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. 2 വർഷത്തെ ഗ്യാരൻറ്റിയാണ് കമ്പനി പറയുന്നത്. 2 വർഷത്തെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് മാറി കിട്ടും. അതേപോലെ തന്നെ ഇതിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 6 വാട്ട്സിൻ്റെയാണ് വരുന്നത്. നമുക്കതിൻ്റെ ഈ സിലിണ്ടറിൻ്റെ കളറ് ബ്ലാക്കും വൈറ്റുമായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് കറുപ്പും വെളുപ്പമായിട്ടാണ് ഇതിൻ്റെ ബോഡി കളറ് വരുന്നത്. നമ്മളെടുത്തേക്കുന്ന വൈറ്റാണ്. അതേപോലെ ഇത് വാം വൈറ്റും ഉണ്ട്, അതേപോലെ വൈറ്റും ഉണ്ട്. അപ്പോൾ നമ്മളെടുത്തേക്കുന്നത് പ്യുവർ വൈറ്റാണ്, വാം അല്ല, വൈറ്റാണ് നമ്മളെടുത്തേക്കുന്നത്. ഇത് നമുക്ക് സർഫേസിൻ്റെ അകത്ത് വെക്കാനാണ്. ഒരു ജംഗ്ഷൻ ബോക്സ് വരുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തേക്കുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 1190 രൂപയാണ്. അത്രയൊന്നുമില്ല, ഒരു 750-800 രൂപ ആ റേഞ്ചാണ് വരുന്നത്. ഒരു ജർമ്മൻ ടെക്നോളജിയാണ് ഇതിൻ്റെ അകത്ത്, അഡ്വാൻസ്ഡ് ജർമ്മൻ ടെക്നോളജിയാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ 86% എനർജി സേവിങ്സ് നമുക്ക് ഈ ലൈറ്റ് കൊണ്ടുണ്ടാകുന്നുണ്ട്. നമുക്ക് അങ്ങനെ കൂടുതൽ ഇലക്ട്രിസിറ്റി നമുക്ക് ചിലവായി പോകത്തില്ല. 86 എനർജി സേവിങ് 86% നമുക്ക് വരുന്നത്. ഇപ്പം കണ്ടില്ലേ, ഇതൊരു ബീം ഏരിയയാണ്. ഇപ്പോൾ ഇതുപോലെ വരുന്ന സർഫേസിൻ്റെ അകത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മൾ ലൈൻ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പ്രത്യേക ഭംഗിയും കൂടെയാണ്. ഇത് സിലിണ്ടർ ടൈപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയും കൂടെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 3 ഫിഷർ വരുന്നുണ്ട്, അതേപോലെ സ്ക്രൂവും വരുന്നുണ്ട്. കണ്ടില്ലേ, ഈ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഫിഷറും അതേപോലെ അതിൻ്റെ 3 സ്ക്രൂവാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഈ ഫ്രെയിമാണ്, ഈ 3 ഹോളുള്ള ഫ്രെയിമാണ് നമുക്ക് സർഫേസിൻ്റെ അകത്ത്, അതായത് സീലിങ്ങിൻ്റെ അകത്ത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്താണ് സ്ക്രൂ അടിച്ച് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഇതൊരു ത്രെഡ് വൈസ് ആണ് ഇത് വരുന്നത്. ഇത് നമ്മൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സിലിണ്ടർ നമുക്ക് കറക്കി കയറ്റാം. അപ്പം ഇത് ഒരു ത്രെഡ് വൈസ് ആയതുകൊണ്ട് ഇങ്ങനെ ആ ത്രെഡിനനുസരിച്ച് കറക്കി നമുക്ക് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം, കണക്ഷൻ കൊടുക്കാം. ഈസി ഇൻസ്റ്റാളേഷനാണ് ഇത് നമുക്ക് വരുന്നത്. പിന്നെ അതിനോടൊപ്പം അതിന് ലൈറ്റിൻ്റെ അകത്ത് തന്നെ ഡ്രൈവ് വരുന്നുണ്ട്, 2 കൺട്രോൾ വയറും വരുന്നുണ്ട്. അതായത് ഫേസും ന്യൂട്രും പോകാൻ വേണ്ടിയിട്ട് 2 വയറുകളും ഇതിനോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ ഈ ഫ്രെയിം ഒന്ന് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ലൈറ്റ് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന വൈറ്റ് കളറാണ്. അപ്പോൾ നമ്മൾ വൈറ്റും ബ്ലാക്കല്ല എടുത്തേക്കുന്ന, വൈറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 കളർ നമുക്ക് അവൈലബിൾ ആണ്, വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ വാൾ പെയിൻ്റൊക്കെ അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കളറിനനുസരിച്ച് നമുക്ക് ഈ ലൈറ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേക കാര്യം. കാരണം വൈറ്റും ബ്ലാക്കും നമുക്ക് എവിടെയും മാച്ച് ആവുന്നതുകൊണ്ടായിരിക്കണം കമ്പനി ഈ 2 കളർ മാത്രം നമ്മൾ ഈ ലൈറ്റിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ട് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെ തന്നെ സീലിങ്ങിൻ്റെ അകത്ത് സർഫേസ് സീറ്റിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. സർഫേസിൽ സീറ്റിംഗ് ആയിട്ട് തന്നെ കറക്റ്റ് കണ്ട ഇതേപോലെ ഇങ്ങനെ ഇരിക്കും. അത് സെറ്റ് ചെയ്ത് വന്ന് ലൈറ്റ് ഇട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവാതെ. ഇപ്പോൾ നമ്മളൊരു ഉച്ച സമയത്താണ് സെറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതേപോലെ ഈ ത്രെഡ് നമ്മൾ ആദ്യം ഫ്രെയിം സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ കറക്കി കയറ്റിയാൽ മതി. 6 വാട്ട്സ് മാത്രമേ ഉള്ളൂ ഇത്. ഇപ്പോൾ കണ്ടില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ജംഗ്ഷൻ ബോക്സ് ആണ്, ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ജംഗ്ഷൻ ബോക്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു റൗണ്ട് ഷീറ്റ് ഇട്ടിട്ട് നമ്മളിത് വെക്കേണ്ട വന്നത്. കാരണം ഇതിൻ്റെ ഫ്രെയിമിന് അളവ് ചെറുതായതുകൊണ്ട് നമുക്ക് നേരെ ജംഗ്ഷൻ്റെ അകത്ത് വെക്കാൻ പറ്റത്തില്ല. അതിനാണ് റൗണ്ട് ഷീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കണക്ഷനും കൊടുത്തേക്കുന്നത്. ഈ വൈറ്റ് കളറാണ് നമ്മൾ വരുന്നത്. കണ്ടില്ലേ, ഒരു സിലിണ്ടർ ടൈപ്പായിട്ടാണ്, ഒരു സിലിണ്ടറായിട്ടാണ് ഇത് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഒരു പ്രൊജക്ഷൻ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കറക്റ്റ് നല്ല 6 വാട്ടിൻ്റെ നല്ല പവറോടെ തന്നെ നല്ല വെളിച്ചവും നമുക്ക് ഇതോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലിവിങ് ഏരിയയിലും അതേപോലെ ഡൈനിങ് ഏരിയ ഒക്കെ വരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ഔട്ട് ഏരിയ ഒക്കെ വരുന്ന ഭാഗത്ത് ഇതേപോലുള്ള ലൈറ്റുകൾ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, നല്ല സൂപ്പർ ലുക്കായി.